ജീവൻ മുക്തി വിവേകം. ജീവൻ മുക്തി പ്രമാണ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. വാസന രണ്ടു വിധം. രണ്ടു തരം വാസനാ ശൃംഖലകളാണ് സംസാരബന്ധത്തിന് ഹേതു: ശുഭവാസനയും അശുഭവാസനയും. ഈ രണ്ടു തരം വാസനകളും പൂർവജന്മാർജിതമായി വന്നു ചേരുന്നു. ചിലപ്പോൾ ഇവയിൽ ഒന്നിന് അതീവ പ്രാബല്യം ഉണ്ടായി എന്നും വരാം. ശുഭവാസനകളാൽ ഒരാൾ നിരന്തരം നയിക്കപ്പെടുമെങ്കിൽ അയാൾ ക്രമേണ ആ മാർഗത്തിൽ കൂടി തന്നെ ശാശ്വത ശാന്തിസ്ഥാനം കണ്ടെത്തുന്നു. ഇനി പൂർവജന്മാർജിതമായ അശുഭവാസനയാണ് ഒരാളെ ശക്തിയായി അടിമപ്പെടുത്തുന്നു എന്നു വന്നാൽ അവിടെയാണ് പൗരുഷത്തിന് പ്രാധാന്യം ലഭിക്കുന്നത്. സ്വപ്രയത്നരൂപമായ പൗരുഷം കൊണ്ടാണ് അതിനെ ജയിക്കേണ്ടത്. യുദ്ധരംഗത്ത് ശത്രുവിന് അഭിമുഖമായി നിൽക്കുന്ന പടയാളി മരണത്തിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടുക? മറ്റൊരാളിൻ്റെ സഹായത്തിനായി കാത്തുനിൽക്കാൻ അയാൾക്ക് സമയമില്ല. സ്വപ്രയത്നം മാത്രമേ അവിടെ ശരണീകരിക്കാനുള്ളൂ. വസിഷ്ഠൻ പ്രഖ്യാപിക്കുന്നത് നോക്കുക: ശുഭാശുഭ്യാം മാർഗാഭ്യാം വഹന്തി വാസനാസരിത് പൗരുഷേണ പ്രയത്നേന യോജനീയ ശുഭേ പഥി. ശുഭാശുഭങ്ങളെന്ന രണ്ടു കൈവഴികളിലായിട്ടാണ് വാസനാ നദി ഒഴുകുന്നത്. പുരുഷപ്രയത്ന രൂപത്തിലുള്ള പൗരുഷം കൊണ്ട് രണ്ടിനെയും യോജിപ്പിച്ച് ശുഭപദത്തിൽ തന്നെ ഒരുമിപ്പിക്കേണ്ടതാണ്. ശുഭവാസനകൾക്ക് പ്രാബല്യമുള്ളപ്പോഴും അവ അശുഭവാസനകളോട് കൂടി കലർന്നു പോകാതെ സൂക്ഷിക്കാനുള്ള പ്രയത്നം ആവശ്യമാണ്. ചിത്തശുദ്ധീകരണ പ്രകാരം അശുഭവാസനകളിലേക്ക് കടന്നു ചെല്ലുന്ന ചിത്തത്തെ പിടിച്ചകറ്റി ശുഭവാസനകളുമായി സംയോജിപ്പിക്കേണ്ടതാണ്. ചിത്തം ബലാൽ പരദ്രവ്യത്തെയും പരസ്ത്രീയെയും കാമിക്കുന്നു എന്നിരിക്കട്ടെ, അഥവാ സ്പഷ്ടമായി തെളിയുന്ന മറ്റേതെങ്കിലും അശുഭ ചിന്തകളിൽ വ്യാപരിക്കുന്നു എന്നിരിക്കട്ടെ, ആ ചിത്തത്തെ അവയിൽ നിന്നും പൗരുഷം കൊണ്ട് പിടിച്ചകറ്റി ഈശ്വരധ്യാനം, ശാസ്ത്രപഠനം, സത്സംഗം തുടങ്ങിയ ശുഭകർമ്മങ്ങളുമായി പരിചയിപ്പിക്കേണ്ടതാണ്. ചിത്തം ഒരു കൊച്ചു കുട്ടിയെപ്പോലെയാണ്. അശുഭകാര്യങ്ങളിൽ നിന്നും പിടിച്ചകറ്റി അതിനെ ശുഭകാര്യങ്ങളുമായി പരിചയിപ്പിച്ചാൽ അതവിടെ രമിക്കും. ശുഭത്തെ വെടിഞ്ഞ് അതിനെ അശുഭത്തിലെത്തിച്ചാൽ അതവിടെ ഉറയ്ക്കും. അതുകൊണ്ട് അതിനെ പിടിച്ചകറ്റി ശ്രേയോമാർഗത്തിലേക്കു തന്നെ നയിക്കേണ്ടതാണ്. കൊച്ചുകുട്ടി മണ്ണു തിന്നുമ്പോൾ അതിനെ പിടിച്ചകറ്റി മിഠായി കൊടുത്ത് സന്തോഷിപ്പിക്കാറില്ലേ? സുവർണ രത്നാദി കണ്ടു കൊതിക്കുന്ന കുട്ടിയെ മറ്റൊരു പന്ത് കയ്യിൽ കൊടുത്ത് അവയിൽ നിന്നും അകറ്റാറില്ലേ? അതുതന്നെയാണ് ചിത്തശമന പ്രക്രിയയുടെയും വിധം. ദുസ്സംഗത്തിന് തുനിയുന്ന ചിത്തത്തെ സത്സംഗം കൊണ്ട് അകറ്റി സത്യമാർഗത്തിലേക്ക് നയിക്കാവുന്നതാണ്. ഈ ചിത്തശുദ്ധീകരണ പ്രക്രിയ ബോധപൂർവം സാവധാനം പതുക്കെ പതുക്കെ സാധിച്ചെടുക്കേണ്ടതാണ്. സമഭാവന പരിശീലിച്ചും ഈശ്വരധ്യാനം കൊണ്ടും പലതരം സാന്ത്വനങ്ങൾ നൽകിയും ഇത് ക്രമേണ സാധിക്കണം. ചിത്തത്തെ പൊടുന്നനെ ബലാൽ പിടിച്ച് ചലിപ്പിക്കാൻ പാടില്ല. അത് ആപത്തിന് കാരണമായി തീരും. പൗരുഷത്തോടുകൂടി ചിത്തബാലകനെ ലാളിച്ചാണ് ശ്രേയോമാർഗത്തിലേക്ക് നയിക്കേണ്ടത്. ഇളകിച്ചാടുന്ന പശുവിനെ തൊഴുത്തിൽ കൊണ്ട് കയറ്റാൻ രണ്ടു ഉപായങ്ങളാണുള്ളത്. പച്ചപ്പുല്ലു കാണിച്ച് ആകർഷിച്ചും ദേഹം ചൊറിഞ്ഞു തടവി സമാശ്വസിപ്പിച്ചും അതിനെ ബന്ധിക്കാം. അല്ലെങ്കിൽ ഉറക്കെ ശബ്ദിച്ചോ വടികാട്ടിയോ ഭയപ്പെടുത്തിയും ബന്ധിക്കാം. ഇവിടെ ആദ്യത്തെ ഉപായം അതിവേഗം ഫലിക്കും. രണ്ടാമത്തെ ഉപായം അങ്ങുമിങ്ങും ഓടിച്ചും തളർത്തിയും അധിക നേരം കൊണ്ടേ ഫലിക്കൂ. അതുപോലെ ചിത്തജയത്തിനും രണ്ടുപായങ്ങളുണ്ട്. ഒന്നാമത്തെ ഉപായം എല്ലാറ്റിലും ഈശ്വരഭാവന ഉണർത്തിവിട്ട് ശത്രുവും മിത്രവും ശീതവും ഉഷ്ണവും സമമാണെന്ന ചിത്തത്തെ സദാ ഉദ്ബോധിപ്പിക്കുകയാണ്. രണ്ടാമത്തേത് പ്രാണായാമ പ്രത്യാഹാരാദി
ഹഠയോഗ അഭ്യാസ രൂപത്തിലുള്ള പുരുഷ പ്രയത്നമാണ്. ഇവിടെ ആദ്യത്തേതായ മൃദുയോഗം ചിത്തത്തെ ശീഘ്രം സത്യത്തോടടുപ്പിക്കും. ആ ഉപായം കൊണ്ട് ചിത്തത്തെ നിരന്തരം ലാളിക്കാം. രണ്ടാമത്തേത് ഹഠയോഗമാണ്. അത് സാവധാനമേ പരിശീലിക്കാവൂ. കാലം കൊണ്ടേ അത് ഫലം നേടിത്തരൂ. അതിനാൽ അത് പെട്ടെന്ന് പ്രയോഗിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കരുത്. മൃദുവായ യോഗാഭ്യാസ പരിശീലനം കൊണ്ട് സദ്വാസനകൾ ഉറച്ചു കിട്ടുകയാണെങ്കിൽ അഭ്യാസം ഫലിക്കുന്നു എന്ന് കരുതാം. ഒരിക്കൽ കൂടി വായിക്കാം. മൃദുവായ യോഗാഭ്യാസ പരിശീലനം കൊണ്ട് സദ്വാസനകൾ ഉറച്ചു കിട്ടുകയാണെങ്കിൽ അഭ്യാസം ഫലിക്കുന്നു എന്ന് കരുതാം. പെട്ടെന്ന് ഫലിപ്പിച്ചില്ലെങ്കിൽ പോലും ഒരിക്കലും പരാജയബോധത്തിന് കീഴ്പ്പെടരുത്. ഫലിക്കുന്നില്ലെന്ന് തോന്നിയാൽ പോലും ശുഭവാസനകൾ ശീലിക്കാനുള്ള ശ്രമം തുടരേണ്ടതാണ്. ശുഭവാസനകളെ വളർത്താനുള്ള ശ്രമം ഒരിക്കലും ദോഷത്തെ ചെയ്യുന്നതല്ല. ശുഭവാസനകൾ അഭ്യസിക്കുമ്പോൾ അഭ്യാസം പൂർണ്ണമായോ ഇല്ലയോ എന്ന് സന്ദേഹം വരുന്നിടത്ത് അഭ്യാസം ആവർത്തിക്കാവുന്നതാണ്. ഒരാൾ ഒരു മന്ത്രം 1000 ആവർത്തി ജപിക്കാൻ ഇരുന്നു എന്ന് കരുതുക. 100 ജപിച്ചു തീർന്നുകൊണ്ടിരുന്നത്. 10ാമത്തെ 100 വന്നപ്പോൾ 9ാമത്തേതാണോ 10ാമത്തേതാണോ എന്ന് സംശയം വന്നു എന്നിരിക്കട്ടെ. എന്തായാലും ഒരാവർത്തി കൂടി 100 ജപം തുടർന്ന് നടത്തുന്നത് കൊണ്ട് ഒരു ദോഷവും വരാനില്ല. 1000 തികഞ്ഞില്ലെങ്കിൽ 1000 തികയ്ക്കാൻ അത് ഉപകരിക്കും. 1000 തികഞ്ഞു കഴിഞ്ഞെങ്കിൽ 100 കൂടുന്നത് കൊണ്ട് സഹസ്രജപത്തിന് ഒരു ഹാനിയും വരാനുമില്ല. ഇതുപോലെ സദ്വാസനകൾ ഏതും കൂടുതൽ അഭ്യസിക്കുന്നത് കൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും വരാനില്ല. നിത്യാനിത്യ വിവേകം വന്ന് പരമതത്വത്തെക്കുറിച്ച് ബോധവാനായി തീരുന്നതുവരെ ഗുരുവിനെയും ശാസ്ത്രത്തെയും പ്രമാണമാക്കിയേ പ്രവർത്തിക്കാവൂ. ക്രമേണ ചിത്തശുദ്ധി വന്ന് വികാരങ്ങൾ ഉപശമിച്ചാൽ സത്യബോധം ഉദയം ചെയ്യും. ഒടുവിൽ പൂർണ്ണമായ ചിത്തനിരോധം സാധിക്കാൻ വേണ്ടി ശുഭവാസനകളെയും പരിത്യജിക്കാം. ഇതുവരെ വിവരിച്ച സാധനാമാർഗത്തിൻ്റെ ചുരുക്കം ഇതാണ്. ഒരു സത്യജിജ്ഞാസു സജ്ജനങ്ങളുടെ കാലടികൾ പിന്തുടർന്ന് ആദ്യം ശുഭമാർഗത്തിൽ ചരിക്കണം. അങ്ങനെ ക്രമേണ സത്യബോധം വളർന്ന് ശോകരഹിതമായ യോഗപദത്തിൽ ചിത്തത്തെ കൊണ്ടെത്തിക്കണം. ഒടുവിൽ അതും വെടിഞ്ഞ് സത്യസ്വരൂപമായി സ്ഥിതി ചെയ്യണം. ഇങ്ങനെ യോഗാഭ്യാസം കൊണ്ട് ക്രമമായി ചിത്തവൃത്തികളെ ധ്വംസിച്ച് സാധിച്ചെടുക്കാവുന്ന ജീവൻ മുക്തി പദത്തെക്കുറിച്ച് സംശയിച്ചിട്ടേ കാര്യമില്ല. ഇതാണ് ജീവൻ മുക്തി പ്രകാരം. ജീവൻ മുക്തിയെക്കുറിച്ചുള്ള തെളിവുകൾ. ശ്രുതിവാക്യങ്ങളും സ്മൃതിവാക്യങ്ങളും ജീവൻ മുക്തിക്ക് പ്രമാണങ്ങളായുണ്ട്. കഠോപനിഷത്തിൽ ഇങ്ങനെ കാണുന്നു: പുരമേകാദശദ്വാരമജസ്യാവക്രചേതസഃ അനുഷ്ഠായ ന ശോചതി വിമുക്തശ്ച വിമുച്യത്തെ. ജന്മരഹിതനും സമാനുഭവ സ്വരൂപനുമായ ആത്മാവിൻ്റെ ഇരിക്കാനുള്ള പുരമാണ് മനുഷ്യ ശരീരം. അതിന് 11 വാതിലുകളുണ്ട്. നിത്യസത്യമായ ആത്മാവിനെ സദാ അനുസന്ധാനം ചെയ്യുന്നയാൾക്ക് ഒരു തരത്തിലും ദുഃഖിക്കാൻ ഇടവരുന്നില്ല. മാത്രമല്ല, അങ്ങനെയുള്ളയാൾ വിമുക്തനായും ഭവിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രത്യക്ഷ ദോഷങ്ങളായ കാമാദികളിൽ നിന്നും വിമുക്തനാകുന്നു. ഇവ തുടങ്ങിവെച്ചനുഭവിക്കുന്ന തൽക്കാല ദോഷങ്ങളാണ്. ശരീരപാദത്തോടെ ഭാവിയിൽ വരാവുന്നതുമായ എല്ലാ ദോഷങ്ങളിൽ നിന്നും വിമുക്തനായിത്തീരുന്നു. ശരീരപാദത്തോടെ ഭാവിയിൽ വരാവുന്നതുമായ എല്ലാ ദോഷങ്ങളിൽ നിന്നും വിമുക്തനായിത്തീരുന്നു. ജീവൻ മുക്തിക്ക് മുമ്പ് തന്നെ ശമദമാദി സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ട് കാമാദി ദോഷങ്ങളിൽ നിന്നും മുക്തി നേടാം. എങ്കിലും അതുകൊണ്ട് മാത്രം പ്രാപഞ്ചികമായ ബുദ്ധിവ്യാപാരം ഒടുങ്ങാതിരിക്കുന്നതിനാൽ കാമാദി വികാരങ്ങളെ പ്രയത്നം കൊണ്ട് നിരോധിക്കേണ്ടതായിട്ടാണിരിക്കുന്നത്. ജീവൻ മുക്തി നേടിക്കഴിഞ്ഞാൽ ആത്മാനന്ദ നിമഗ്നമാകുന്ന ബുദ്ധിവ്യാപാരത്തിന് പിന്നെ വിഷയോന്മുഖമായ ചലനമേ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് വിശേഷേണ മോചിക്കുന്നുവെന്ന് മന്ത്രം പ്രഖ്യാപിക്കുന്നത്.
അതുപോലെ പ്രളയത്തിലും മരണത്തിലും കുറച്ചുകാലം ഭാവി ദേഹബന്ധത്തിൽ നിന്നും മോചനമുണ്ടാകാം. ജീവൻ മുക്തിയിലാകട്ടെ ദേഹബന്ധത്തിൽ നിന്നും എന്നേക്കുമായി മോചനം ലഭിക്കുന്നുവെന്ന് കാണിക്കാനുമാണ് വിമുച്യത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ബൃഹദാരണ്യകത്തിലും ഇക്കാര്യം ഇങ്ങനെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. യഥാ സർവേ പ്രമുച്യന്തെ കാമായേസ്യ ഹൃദി ശ്രിതാഃ അഥ മർത്യോ മൃതോ ഭവത്യത്ര ബ്രഹ്മ സമശ്നുതേ. കാമത്യാഗമാണ് സത്യസാധന. സാധകൻ തൻ്റെ ഉള്ളിൽ പൊന്തിവരുന്ന എല്ലാ കാമങ്ങളും ആദ്യമായി കൈവെടിയുന്നു. അതോടെ മരണം വിട്ടൊഴിയുന്നു. അയാൾ അപ്പോൾ തന്നെ അമൃതനായി ഭവിക്കുന്നു. അങ്ങനെ ഇവിടെ വെച്ചു തന്നെ ബ്രഹ്മാനുഭവത്തിൽ നിമഗ്നനായി തീരുകയും ചെയ്യുന്നു. ഉപനിഷത് ഭാഗങ്ങൾ വേറെയും ഇക്കാര്യത്തിൽ തെളിവായുണ്ട്. കണ്ണുണ്ടായാലും കണ്ണില്ലാത്തവനെ പോലെ, ചെവിയുണ്ടായാലും ചെവിയില്ലാത്തവനെ പോലെ, മനസ്സ് ഉള്ളപ്പോഴും മനസ്സില്ലാത്തവനെ പോലെ, പ്രാണനുള്ളപ്പോൾ പ്രാണനില്ലാത്തവനെ പോലെ ജീവൻ മുക്തൻ വർത്തിക്കുന്നു. ഇപ്രകാരം ശ്രുതിയിൽ നിന്നും ജീവൻ മുക്തി വിവരണവാക്യങ്ങൾ എത്ര വേണമെങ്കിലും ഉദാഹരിക്കാൻ കഴിയും. സ്മൃതികളിൽ ജീവൻ മുക്തൻ പല പേരുകളിലുമാണ് അറിയപ്പെടുന്നത്. സ്ഥിതപ്രജ്ഞൻ, ഭഗവത് ഭക്തൻ, ഗുണാതീതൻ, ബ്രാഹ്മണൻ, അതിവർണാശ്രമി എന്നീ പേരുകൾ പ്രസിദ്ധങ്ങളാണ്. ജീവൻ മുക്തി സ്വരൂപം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.